നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഹൽവയാണ്. അതിനുവേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോൺഫ്ലോർ, വെള്ളം, നെയ്യ്, ഉണക്കമുന്തിരി, ഡേറ്റ്സ്, ബദാമും കാഷ്യൂനട്ടും, പഞ്ചസാര പാനിയാക്കിയത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാനെടുത്ത്, നല്ല കട്ടിയുള്ളൊരു പാനെടുത്ത് അതിലേക്ക് നമുക്ക് കോൺഫ്ലോർ ആഡ് ചെയ്യാം. ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കട്ടയെല്ലാം ഉടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് വരുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവർ കട്ടയൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി ഇതിലേക്ക് നമുക്ക് നെയ്യ് ആഡ് ചെയ്യാം. ഏകദേശം 100-150 ഗ്രാം നെയ്യ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് ഒരു തിക്ക് പേസ്റ്റ് ആവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പാനിയാക്കിയത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഈ പഞ്ചസാര പാനിയെല്ലാം നന്നായിട്ട് പറ്റി കുറുകി വരണം. എണ്ണ തെളിഞ്ഞു വരുന്ന പാകം അന്നേരം ഇതാകുള്ളൂ. അതുവരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി എല്ലാം കൂടി ചേർത്ത് നല്ല പരുവമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കരിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര കരിച്ച് കാരമൽക്ക് ആഡ് ചെയ്യാം. ഇപ്പം നെയ്യൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് അലുവയ്ക്ക് കളറ് വേണ്ടതനുസരിച്ച് കാരമലിൻ്റെ കളറ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
ഇപ്പോൾ ഏകദേശം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നട്ട്സ് ആഡ് ചെയ്യാം. നട്ട്സ് എല്ലാം ആഡ് ചെയ്തു. ഇപ്പോൾ പാത്രത്തിൽ നിന്നൊക്കെ വിട്ടുപോരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നമ്മൾ തയ്യാറാക്കിയ അലുവ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്ത ശേഷം മുറിച്ചെടുക്കാവുന്നതാണ്.